ഇതിപ്പോൾ മണിയാറൻകുടി മെമ്പർ ഏലിയാമ്മ ജോയ് കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ഏലിയാമ്മ ജോയ്, ഇടുക്കി മണിയാറൻകുടിയിലാണ് വീടിനുള്ളിൽ ഈ പ്രസവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഈ പ്രസവത്തിൽ കുട്ടി മരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആരോഗ്യപ്രവർത്തകരടക്കം ഇടപെട്ട് ഈ കുട്ടിയെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റണമെന്ന് പറയുമ്പോഴും ഈ കുടുംബം വിസമ്മതിച്ചതായിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ വിശദാംശങ്ങൾ, ഈ സംഭവം എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് എന്റെ വാർഡല്ല, എന്റെ വാർഡിന്റെ ഓപ്പോസിറ്റ് തൊട്ടടുത്ത വാർഡ് തന്നെയാണ്. ആ വാർഡില് അവിടുത്തെ മെമ്പർ പറഞ്ഞാണ്, പോലീസ് സ്റ്റേഷനിൽ മെമ്പറെ വിളിച്ചു. അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത് ഇതിനെക്കുറിച്ച്. ആ സമയത്താണ് ഞാൻ അറിയുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഈ ആരോഗ്യ പ്രവർത്തകർ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചതായിട്ട് പറയുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരി. പക്ഷെ അവര് ചെന്ന് പറയുകയോ മറ്റോ ചെയ്തായിരുന്നോ? ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകര്, അതുപോലെ തന്നെ PHCയിലെ സിസ്റ്റേഴ്സ് എല്ലാവരും ചെന്ന് നേരിട്ട് അവരോട് പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ 2 പ്രാവശ്യം ചെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഈ വീട്ടുകാരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കുമ്പോൾ ഇവരെന്തായിരുന്നു മറുപടി നൽകിക്കൊണ്ടിരുന്നത്? എന്ന് പറയുമ്പം എനിക്ക് ഇവരെ കൃത്യമായി അറിയില്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത്. എന്നാൽ ആ പെണ്ണിന്റെ ഫാമിലിയെ എനിക്കറിയാം. ഇത് ജോൺസൺ എന്നാണ് ഈ സഹോദരന്റെ പേര്. ഈ സഹോദരന്റെ വീട് തിരുവല്ലയാണ് എന്നാണ് പറഞ്ഞത്. പോലീസ് ചോദിച്ചപ്പോഴൊക്കെ റിക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവരവിടുന്ന് ഈരാറ്റുപേട്ടയിലാണ് ഇപ്പൊ താമസിക്കുന്നത്. 3 മാസമായേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സഹോദരൻ ജോൺസൺ എന്ന സഹോദരന് പ്രത്യേകിച്ച് നമ്മളോട് അങ്ങനെ സംസാരിക്കാനുള്ള ഇത് ഹലോ, ഒരു മിനിറ്റ് ഒരു കോള് വന്നു. ഒരു മിനിറ്റ്. ശരി, ആശാ പ്രവർത്തകരടക്കം തന്നെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർഡ് മെമ്പർ നിരവധി തവണ ഇവരുടെ അടുത്ത്, ഈ ദമ്പതികളുടെ അടുത്ത് ചെന്ന് പറഞ്ഞതാണ്, പലപ്പോഴും ആശുപത്രിയിൽ പോകാൻ പറഞ്ഞതാണ്. പക്ഷേ അവിടെയൊക്കെയും ഉണ്ടായിരിക്കുന്നത് ഈ വിശ്വാസമൊക്കെ തന്നെ ഒരുപാട് അതിലേക്കൊക്കെ തന്നെ ഒരുപാട് വിശ്വാസിയായിട്ടുള്ളൊരു കുടുംബമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇവരുടെ വിശ്വാസത്തിനെതിരാണ് ആശുപത്രിയിൽ പോകുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യസഹായം തേടുക എന്നുള്ളൊരു കാര്യം. ഇതിനാൽ തന്നെ ഇവർ പ്രാർത്ഥനയും മറ്റ് രീതികളിലൊക്കെ തന്നെ മുഴുകി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു മരണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രസവത്തിനിടെ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ഇടുക്കി മണിയാറൻകുടിയിലാണ് വീടിനുള്ളിൽ പ്രസവം നടന്നത്. ആനക്കൊമ്പൻ സ്വദേശിയായ വിജിയാണ് വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിക്കുകയും തുടർന്ന് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയും ചെയ്തിരുന്നത്. തുടർന്ന് ഈ കാര്യവുമൊക്കെ ബന്ധപ്പെട്ടൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിലാണ് വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. സ്വാഭാവിക മരണത്തിൽ ഇടുക്കി പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. ആരോഗ്യവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.